As we all know, we discussed the first two modules of readings from the fringes. So, this video we are going to discuss about the third module, gender. The first one is Nigida Gill's Fire. The second one is Leaving Smile Vidya's Accept Me, and finally Chimamanda Ngozi Adichie's Dear Ichwele. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ മൊഡ്യൂളത്തെ ഫസ്റ്റ് വർക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്ക് എല്ലാവർക്കും അറിയാം ആന്തോളജി എന്നാൽ എന്താണെന്ന്. ആന്തോളജി എന്ന് പറയുകയാണെങ്കിൽ കളക്ഷൻ ഓഫ് പോംസിനാണ് ആന്തോളജി എന്ന് പറയുന്നത്. ടൈറ്റിൽ ഇറ്റ് സെൽഫ് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, ചില സജഷൻസ് പറയുന്നുണ്ട്. ദ ഫയർ ഇസ് എ പോം ഓൺ റെബല്യൻ ആൻഡ് പ്രൊട്ടസ്റ്റ് ഓഫ് നികിത ഗിൽ. ഫയർ എന്ന പോം നികിത ഗില്ലിന്റെ ഒരു ചലഞ്ചാണ് അഗെയിൻസ്റ്റ് ദ പാട്രിയാർക്കൽ കൺവെൻഷൻസ് ഇൻ ബോൾഡ് ലാംഗ്വേജ്. നികിത ഗിൽ തൻ്റെ കവിതയിലുടനീളം പുരുഷാധിപത്യത്തെ നല്ല ഭാഷയിൽ വിമർശിക്കുന്നുണ്ട്. നമുക്ക് പഠിക്കാനുള്ളത് ഫയർ രണ്ട് സ്റ്റാൻസാസ് ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. 15 വീതമുള്ള രണ്ട് സ്റ്റാൻസ. ആൻഡ് ദ സ്റ്റാൻസ ഈസ് ഗോയിങ് വിത്ത് റൺ ഓൺ ലൈൻസ്. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് വാട്ട് ഈസ് മെൻ ബൈ റൺ ഓൺ ലൈൻസ് ഓർ എൻജാംമെന്റ്. ഇത് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു ലൈനിൽ നിന്ന് അതിൻ്റെ അർത്ഥങ്ങൾ അടുത്ത ലൈനിലേക്ക് കണ്ടിന്യൂ ചെയ്തിരിക്കും. മേ ബി ഇൻ ദ ഫോമാറ്റ് ഓഫ് എ സെൻറ്റൻസ് ഓർ എ ഫ്രേസ്. സാധാരണയായിട്ട് റൺ ഓൺ ലൈൻസ് അഥവാ എൻജാംഡ് ലൈൻ ടിപ്പിക്കലി പറയാറുള്ളത് ലൈൻ ബ്രേക്കിൻ്റെ സ്ഥലത്ത് പങ്ക്ച്വേഷൻ മാർക്സ് ഉണ്ടാവാറില്ല. ഇതിൻ്റെ അർത്ഥങ്ങളും അർത്ഥതലങ്ങളും മറ്റുള്ള ലൈനിലേക്കും കൂടി വ്യാപിച്ചിരിക്കും, കണ്ടിന്യൂ ചെയ്തിരിക്കും. ദാറ്റ് ഈസ് കോൾഡ് റൺ ഓൺ ലൈൻസ് ഓർ എൻജാംമെന്റ്. ദ ഫസ്റ്റ് സ്റ്റാൻസ ഓഫ് 15 ലൈൻസ് എൻജാംമെന്റ് ഓർ റൺ ഓൺ ലൈൻസ് discussed about the status and the state of women and how patriarchy exploits them. ആദ്യത്തെ സ്റ്റാൻസയിൽ, ആദ്യത്തെ 15 ലൈൻസിൻ്റെ സ്റ്റാൻസയിൽ പ്രസ്താവിക്കുന്നത് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് ആൻഡ് സ്റ്റാറ്റസ് ഓഫ് വിമൻ. പിന്നെ എങ്ങനെയാണ് പുരുഷാധിപത്യം സ്ത്രീകളെ ചൂഷണം ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ സ്റ്റാൻസയിൽ എങ്ങനെയാണ് ഈ കൺവെൻഷണൽ മെത്തേഡിനെ ഓവർകം ചെയ്ത് അല്ലെങ്കിൽ ആ ചലഞ്ചസിനെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് നികിത ഗിൽ പറയുന്നത്. പുരുഷൻ തൻ്റെ ആധിപത്യത്തിൻ്റെ കരാളഹസ്തങ്ങൾ കൊണ്ട് പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ദേ നെവർ എവർ ഗിവ് എനി സപ്പോർട്ട് ബട്ട് ദേ ആർ എക്സ്പ്ലോയിറ്റിംഗ് വിമൻ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ കൈൻഡ്നസ് ആൻഡ് ദ സോഫ്റ്റ്നസ്. പുരുഷൻ്റെ പവറിനെ ഈ കവിതയിൽ ചില ഫിറോഷ്യസ് ഇമേജസ് ആയിട്ട് ഉപമിക്കുന്നുണ്ട്. നികിത ഗില്ലിൻ്റെ ഫയർ എന്ന ഈ കവിത വിമൻ എംപവർമെൻറ്റിനെ കുറിച്ചാണ് കൂടുതലായിട്ടും പ്രസ്താവിക്കുന്നത്. ആ കാര്യം കൂടി മനസ്സിലാക്കി കഴിഞ്ഞാൽ എവറിത്തിങ് ഈസ് ഓക്കെ. പിന്നെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ നോക്കേണ്ട കാര്യം എ പോം ക്യാൻ ബി ഇൻ്റർപ്രറ്റഡ് ഇൻ 3 ways. The first one is literal meaning, the second one is in between line meaning, and finally the poetic justice. ഈ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ ക്രിയേറ്റീവായി ഈസ്തറ്റിക് സെൻസിൽ പരീക്ഷയെ സമീപിക്കാൻ സാധിക്കും. സോ ഷാൾ വി മൂവ് ഇൻ ടു ദ സെക്കൻഡ് വർക്ക് ഓഫ് ദ തേർഡ് മൊഡ്യൂൾ, ദാറ്റ് ഈസ് ആക്സെപ്റ്റ് മീ ബൈ വിദ്യ. ലിവിങ് സ്മൈൽ വിദ്യയുടെ ഓട്ടോബയോഗ്രഫി ആയിട്ടുള്ള ഐ എം വിദ്യയുടെ ഒരു ചാപ്റ്ററാണ് ആക്സെപ്റ്റ് മീ. ഇത് ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഓട്ടോബയോഗ്രഫിയാണ്. ആക്സെപ്റ്റ് മീ എന്ന ചാപ്റ്ററിൽ നറേറ്റ് ചെയ്യുന്നത് ജേണിയാണ്, ഒരു യാത്രയെക്കുറിച്ചാണ്. ചെന്നൈയിൽ നിന്നും പൂനെയിലേക്ക് പോകുന്ന ഒരു യാത്ര. ഫോർ ജെൻഡർ റീ അസൈൻമെൻറ്റ് ആൻഡ് ഹെർ ന്യൂ ലൈഫ് ആസ് എ തിരുനെങ്കായ്. തിരുനെങ്കായ് എന്ന് പറയുന്നത് തമിഴിൽ റെഫറിങ് ചെയ്യുന്നത്, അർത്ഥമാക്കുന്നത് ട്രാൻസ് വിമനെ കുറിച്ചിട്ടാണ്. ഈ ഓട്ടോബയോഗ്രഫിയുടെ ചാപ്റ്ററിൽ നമുക്ക് കാണാൻ പറ്റുന്ന ചില ഇമോഷൻസ് ഉണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് ഇമോഷണൽ ട്രോമ, ദെൻ കൾച്ചറൽ ഷിഫ്റ്റ്, ദെൻ ഐഡൻറ്റിറ്റി സ്ട്രഗിൾ ഓഫ് വിദ്യ. ഇതൊക്കെ വിദ്യയുടെ വോയിസിൽ കൂടി നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ശരീരവും ശാരീരവും തമ്മിലുള്ള വ്യത്യാസം ട്രാൻസ് വുമൺ ഓർ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്ക് മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. ഒരു വ്യക്തിയുടെ ഐഡൻറ്റിറ്റിയെ പലപ്പോഴും തീരുമാനിക്കുന്നത് അവരവർ തന്നെയാണ്. അതിനിടയിലുണ്ടാവുന്ന പല പ്രശ്നങ്ങൾ, പല കോൺഫ്ലിക്റ്റുകളെ നേരിടാനുള്ള ശക്തിയെക്കുറിച്ച് കുടുംബത്തെ ഓവർകം ചെയ്ത് ട്രൂ ഐഡൻറ്റിറ്റിയിൽ ജീവിക്കുന്ന ഒരു കഥയാണ് Accept Me. Next, we are going to the 4th chapter of the 3rd module, that is Dear Ichwele. ഡിയർ ഇജ്വേലെ എന്ന് പറയുകയാണെങ്കിൽ ഒരു എക്സെപ്റ്റ് ആണ്, കംപ്രൈസ് ചെയ്യുന്ന 3 സജഷൻസ് ആണ് ഔട്ട് ഓഫ് 15 ടിപ്സ് റിട്ടൺ ബൈ ചിമാമാണ്ട ഗോഷി അഡിച്ചി. This work addressed a friend Ichwele on how to raise a daughter.
അഡോര ആസ് എ സെൽഫ് റെസ്പെക്ട്ഫുൾ വുമൺ. ഈ കൃതിയുടെ മുഴുവനായിട്ടുള്ള പേര് എന്തെന്ന് ചോദിക്കുകയാണെങ്കിൽ ദ ഫുൾ ടൈറ്റിൽ ഓഫ് ദ എപ്പിസ്റ്റോളറി മാനിഫെസ്റ്റോ ഈസ് ഡിയർ ഇജുവേലെ ഓർ എ ഫെമിനിസ്റ്റ് മാനിഫെസ്റ്റോ ഇൻ 15 സജഷൻസ്. ഇതിൽ പറയുന്ന ആദ്യത്തെ 3 സജഷൻസ് എന്തെന്ന് ചോദിക്കുകയാണെങ്കിൽ അഡ്വൈസ് ഓൺ ദ നീഡ് ടു ലീവ് എ ഹോൾ ലൈഫ്, അതായത് ഉപദേശം ജീവിതം മുഴുവനായിട്ട് ജീവിക്കാനുള്ളത്. ദെൻ സെക്കൻഡ് വൺ ഷെയറിങ് പാരൻറ്റിങ് ഡ്യൂട്ടീസ്. ഓഫ് കോഴ്സ് കുട്ടികൾ അച്ഛൻ്റെ അമ്മയുടെയും ബൈ പ്രൊഡക്റ്റ് ആണെങ്കിൽ ദേ ഹാവ് ദ റൈറ്റ് ടു ലുക്ക് ആഫ്റ്റർ, ദാറ്റ് ഈസ് പാരൻറ്റിങ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഒരു കുട്ടി, പ്രത്യേകിച്ച് ഒരു പുതിയ കുട്ടി, അത് പെൺകുട്ടിയാണെങ്കിൽ സൊസൈറ്റി കൊടുക്കുന്ന കുറേ നോംസ് ഉണ്ട്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, അതിനെതിരെ ശബ്ദിക്കാനുള്ള. ഇതിലെ ഫുൾ ടൈറ്റിൽ പറഞ്ഞതുപോലെ തന്നെ അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്ത പോലെ തന്നെ ഇറ്റ്സ് എ ഫ്രണ്ട്ലി ലെറ്റർ റിട്ടേൺ ടു എ ഫ്രണ്ട്. ഇത് പലപ്പോഴും ഗെയിൻ ചെയ്യുന്നത് പൊളിറ്റിക്കൽ സിഗ്നിഫിക്കൻസ് ആണ്, രാഷ്ട്രീയപരമായിട്ടുള്ള മുൻഗണനയും അതുപോലെ തന്നെ ഫെമിനിസ്റ്റ് മാനിഫെസ്റ്റോയെ ഉയർത്തിപ്പിടിക്കുന്ന കാര്യവും. വിദ്യാർത്ഥികളോട് പറയാനുള്ളത് ഡിയർ ഇജുവേൽ എന്ന് പറയുന്നത് ഒരു എക്സെപ്റ്റ് ആണ്, കംപ്രൈസിങ് 3 സജഷൻസ് ഔട്ട് ഓഫ് 15 ടിപ്സ്. ആ കാര്യം ഓർത്ത് വയ്ക്കുക. പിന്നെ എങ്ങനെയാണ് നമ്മളൊരു പെൺകുട്ടിയെ വളർത്തിയെടുക്കേണ്ടത്, സൊസൈറ്റി നോംസ് എന്തൊക്കെയാണ്, പാട്രിയാർക്കിയെ അല്ലെങ്കിൽ പാട്രിയാർക്ക് എന്ന കൺവെൻഷനലിനെ അടിച്ചു വരുത്തി അല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്ത് എങ്ങനെ മുന്നോട്ട് പോകാം അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. Simply we can say that a friendly letter written to a friend. Finally, we completed the 3rd module entitled Gender. So first of all, you have to go through the pages and the names of the characters and the themes, the messages and the thoughts. These are the main or the paramount significance of this chapter or this module.